2024 മെയ് 20 തിങ്കൾ. ഇന്ന് 1199 ഇടവമാറ്. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ഇറാൻ പ്രസിഡന്റിൻ്റെ കോപ്റ്റർ തകർന്നു. ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ തിരച്ചിൽ. പ്രസിഡന്റ് റൈസിക്കൊപ്പം വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാനും. ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനത്തിനു ശേഷം മടങ്ങുന്നതിനിടെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ വിദൂര വനമേഖലയിൽ അപകടത്തിൽപ്പെട്ടു. മൂടൽമഞ്ഞും മഴയും മൂലം മോശം കാലാവസ്ഥയിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണെന്ന സർക്കാർ അറിയിപ്പല്ലാതെ വിശദ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇറാനിലെ ഈസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിൽ ജോൾഫയ്ക്കടുത്ത വനമേഖലയിൽ ഹെലികോപ്റ്റർ ഇടിച്ചിറക്കേണ്ടി വന്നെന്നാണ് വിവരം. ടെഹ്റാനിൽ നിന്ന് 600 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ, പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മദി, ഇറാൻ പരമോന്നത നേതാവിൻ്റെ പ്രതിനിധി അയത്തുല്ല മുഹമ്മദ് അലി അലൈഷം എന്നിവരും കോപ്റ്ററിലുണ്ടായിരുന്നു. റൈസിക്കായി പ്രാർത്ഥിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിച്ചു. രക്ഷാസംഘങ്ങൾ എത്താൻ സമയമെടുക്കുന്ന വിദൂര മേഖലയിലാണ് അപകടമുണ്ടായതെന്ന് ആഭ്യന്തരമന്ത്രി അഹമ്മദ് വഹീദി അറിയിച്ചു. രക്ഷാസംഘത്തിലെ ഒരു ഹെലികോപ്റ്റർ സംഭവസ്ഥലത്ത് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും മോശം കാലാവസ്ഥ മൂലം പിന്മാറേണ്ടി വന്നതായി സർക്കാർ വാർത്താ ഏജൻസിയായ IRNA അറിയിച്ചു. 3 ഹെലികോപ്റ്ററുകളാണ് പ്രസിഡന്റിൻ്റെ യാത്രാസംഘത്തിലുണ്ടായിരുന്നത്. മറ്റ് 2 ഹെലികോപ്റ്ററുകളും സുരക്ഷിതമാണെന്നാണ് വിവരം. ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ ഇന്നലെ കിസ് കലാസി അണക്കെട്ട് ഉദ്ഘാടനത്തിനാണ് റൈസി എത്തിയത്. അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവും പങ്കെടുത്തിരുന്നു. ജുഡീഷ്യറിയുടെ തലവനായിരിക്കെ 2021 ഇറാൻ പ്രസിഡന്റായ റൈസി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖമനയുടെ വത്സല ശിഷ്യനും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാകുമെന്ന് വരെ കരുതപ്പെടുന്ന കരുത്തുറ്റ നേതാവുമാണ്. ആണവ വിഷയത്തിൽ പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്ന ഇറാൻ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ പുതിയവ വാങ്ങുന്നതിനും അവയുടെ അറ്റകുറ്റപ്പണിക്കുമുള്ള ഭാഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ഇറാൻ സൈന്യത്തിൻ്റെ പക്കലുള്ള പല വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും കാലഹരണപ്പെട്ടതുമാണ്. ഗാസ യുദ്ധം മൂലം കലുഷിതമായ മധ്യപൂർവ്വ ദേശമേഖലയിൽ പ്രധാന ശക്തിയാണ് ഇറാൻ. ഇസ്രായേലിനെതിരെ പോരാടുന്ന ഗാസയിലെ ഹമാസിനും ലെബനിലെ ഹിസ്ബുല്ലയ്ക്കും ഇറാൻ ശക്തമായ പിന്തുണയാണ് നൽകുന്നത്. 5ാംഘട്ട വോട്ടെടുപ്പ് ഇന്ന്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ 5ാംഘട്ട വോട്ടെടുപ്പ് ഇന്ന്. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിലുള്ളത്. ആകെ 8.95 കോടി വോട്ടർമാർ. ഒഡീഷയിലെ 35 നിയമസഭാ മണ്ഡലങ്ങളിലും ഇതോടൊപ്പം പോളിംഗ് നടക്കും. UP 14, മഹാരാഷ്ട്ര 13, ബംഗാൾ 7, ബീഹാർ 5, ഒഡീഷ 5, ജാർഖണ്ഡ് 3, ജമ്മു കാശ്മീർ 1, ലഡാക്ക് 1 എന്നിവിടങ്ങളിലെ മണ്ഡലങ്ങളിലാണ് ഇന്ന് തിരഞ്ഞെടുപ്പ്. രാഹുൽ ഗാന്ധി, രാജ്നാഥ് സിംഗ്, ഒമർ അബ്ദുള്ള, സ്മൃതി ഇറാനി തുടങ്ങിയവർ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നു. അവയവ വേട്ടയ്ക്ക് ആൾക്കടത്ത്. മുഖ്യകണ്ണി മലയാളി കൊച്ചി വിമാനത്താവളത്തിൽ പിടിയിൽ. അവയവ കച്ചവടത്തിനായി 1000-ഓളം ഇന്ത്യക്കാരെ വിദേശത്തേക്ക് കടത്തിയ രാജ്യാന്തര മനുഷ്യക്കടത്ത് റാക്കറ്റിലെ മുഖ്യകണ്ണി എന്ന് സംശയിക്കുന്ന മലയാളിയെ കേരള പോലീസ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ പിടികൂടി. തൃശൂർ വലപ്പാട് സ്വദേശി സബിത്ത് നാസറാണ് പിടിയിലായത്. വിദേശത്തേക്ക് പോകാനായി നെടുമ്പാശ്ശേരിയിലെത്തിയ സബീത്തിനെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ സൂചന പിന്തുടർന്നാണ് കസ്റ്റഡിയിലെടുത്തത്. വ്യാജ ആധാർ കാർഡും പാസ്പോർട്ടും നിർമ്മിച്ച് ആൾമാറാട്ടം നടത്തിയാണ് അവയവം വിൽക്കാനുള്ളവരെ ഇറാനിലേക്ക് കടത്തിയത്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് റാക്കറ്റിൻ്റെ പ്രവർത്തനം. അവയവദാനത്തിന് തയ്യാറാകുന്നവർക്ക് വ്യാജ ആധാറും പാസ്പോർട്ടും 10 ലക്ഷം രൂപയും റാക്കറ്റ് നൽകും. ഇറാനിലെ ആശുപത്രികളിൽ ഇവരെ എത്തിക്കുമ്പോൾ ഒരാൾക്ക് 60 ലക്ഷം രൂപ വീതം റാക്കറ്റിന് ലഭിക്കും. മുംബൈ, ജമ്മു, കൊൽക്കത്ത, റാഞ്ചി, മംഗളൂരു, ചെന്നൈ, കൊച്ചി, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കഴിഞ്ഞ 3 വർഷത്തിനിടെ അവയവ കച്ചവട സംഘത്തിൻ്റെ വലയിലായത്. വ്യാജരേഖ നിർമ്മിച്ച് ഇങ്ങനെ വിദേശത്തേക്ക് പോയ പലരും തിരികെ വരാതായതോടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ഇതോടെയാണ് കേന്ദ്ര ഏജൻസികൾ ശ്രദ്ധിച്ചത്. അതിഥി തൊഴിലാളികളും കുടുങ്ങി. വ്യാജ ആധാർ കാർഡുകളുമായി കേരളത്തിലെത്തിയ അതിഥി തൊഴിലാളികളുടെ കൂട്ടത്തിലുള്ളവരെയും സബിത്ത് വിദേശത്തേക്ക് കടത്തിയതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള സബിത്തിനെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ചോദ്യം ചെയ്യും. കുഞ്ഞ് രക്ഷപ്പെട്ടെങ്കിലും അമ്മയെ സമൂഹം കൊന്നു. അമ്മ ജീവനൊടുക്കിയത് 4ാം നിലയിൽ നിന്ന് കുഞ്ഞ് വീണത് അശ്രദ്ധ കൊണ്ടാണെന്ന കുറ്റപ്പെടുത്തൽ കാരണം.
അപ്പാർട്ട്മെൻറ്റിൻ്റെ 4-ാം നിലയിൽ നിന്ന് വീണിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ട 7 മാസം പ്രായമുള്ള പെൺകുഞ്ഞിൻ്റെ മാതാവ് രൂക്ഷമായ സൈബർ ആക്രമണം താങ്ങാനാകാതെ ജീവനൊടുക്കി. IT കമ്പനി ജീവനക്കാരിയും തിരുവാരൂർ സ്വദേശി വെങ്കിടേഷിൻ്റെ ഭാര്യയുമായ രമ്യയെയാണ് വിഷാദരോഗത്തിന് ചികിത്സയിലിരിക്കെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ മാസം 28-ന് തിരുമുല്ലവയലിലുള്ള വിജയൻ സ്റ്റാഫോർഡ് അപ്പാർട്ട്മെൻറ്റിലെ ബാൽക്കണിയിൽ ഭക്ഷണം കൊടുക്കുന്നതിനിടെയാണ് രമ്യയുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് താഴേക്ക് വീണത്. 1-ാം നിലയുടെ പാരപ്പറ്റിലെ തകിട് ഷീറ്റിൽ 15 മിനിറ്റിലേറെ തങ്ങി നിന്ന കുഞ്ഞിനെ അയൽക്കാർ സാഹസികമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതോടെ യുവതിക്കെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് ഉണ്ടായത്. ബന്ധുക്കളും കുറ്റപ്പെടുത്തിയതോടെ രമ്യ മാനസികമായി തളർന്നു. തുടർന്ന് ചികിത്സയിലായിരുന്നു. 4 ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ട്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ടും 23 വരെ ഓറഞ്ച് അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു. ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ 22 വരെ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിലും 22-ന് തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 23 വരെ യെല്ലോ അലർട്ടാണ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മെയ് 31-ന് കേരളത്തിലെത്തുമെന്നാണ് പ്രതീക്ഷ. ബംഗാൾ ഉൾക്കടലിൽ ഈ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോഴത്തെ മഴ. കുറഞ്ഞ സമയത്തിൽ വലിയ മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും വെള്ളക്കെട്ടിനും സാധ്യതയുണ്ട്. മിന്നലും കാറ്റും ഉണ്ടായേക്കാം. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖല എന്നിവിടങ്ങളിൽ വിനോദയാത്ര ഒഴിവാക്കണം. കേരള തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ കടലിൽ പോകാൻ പാടില്ല. എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ താലൂക്ക് ജില്ലാ കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങി. 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ വിളിക്കാം. ഗാസ അധിനിവേശം. ഇസ്രായേൽ നേതൃനിരയിൽ ഭിന്നത രൂക്ഷം. രാജ്യഭീഷണി മുഴക്കി ഇസ്രായേൽ വാർ ക്യാബിനറ്റ് അംഗം. ഗാസയിൽ 20 പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു. യുദ്ധാനന്തര ഗാസയിൽ സ്ഥിരം സൈനിക ഭരണം ഏർപ്പെടുത്തുന്നതിൽ വിയോജിച്ച് ഇസ്രായേലിലെ മുതിർന്ന നേതാവും വാർ ക്യാബിനറ്റ് അംഗവുമായ ബെന്നി ഗാൻസ് രാജ്യഭീഷണി മുഴക്കിയതോടെ നെതന്യാഹു സർക്കാരിലെ ഭിന്നത കൂടുതൽ രൂക്ഷമായി. അതിനിടെ മധ്യ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 20 പേർ കൊല്ലപ്പെട്ടു. റഫേൽ നിന്ന് ഒരാഴ്ചക്കിടെ 8000 പലസ്തീൻകാർ പലായനം ചെയ്തു. ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 35,456 വർദ്ധിച്ചു. പലസ്തീൻ പങ്കാളിത്തത്തോടെ യുദ്ധാനന്തര ഗാസയുടെ ഭരണം സംബന്ധിച്ച പദ്ധതി ജൂൺ 8-നകം തയ്യാറാക്കിയില്ലെങ്കിൽ രാജിവെക്കുമെന്നാണ് ബെന്നി ഗാറ്റ്സിൻ്റെ മുന്നറിയിപ്പ്. ഈ നയത്തിൽ US-ൻ്റെ പിന്തുണ ഗാറ്റ്സിനുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. പ്രതിരോധ മന്ത്രി യയാവ് ഗാലന്റും സൈനിക ഭരണം വേണ്ടെന്ന നിലപാടിലാണ്. ഗാൻസ് രാജിവെച്ചാലും സഖ്യ സർക്കാരിന് ഭീഷണിയില്ല. എന്നാൽ ഇതോടെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ നെതന്യാഹു സർക്കാരിൽ കൂടുതൽ പിടിമുറുക്കും. ഗാസയിൽ ഇസ്രായേലിൻ്റെ സൈനിക നിയന്ത്രണവും കുടിയേറ്റ വ്യാപനവുമാണ് ഈ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. നെതന്യാഹു യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയാണെന്നാരോപിച്ച് ശനിയാഴ്ച ടെൽ-അവീവിൽ നടന്ന പ്രതിഷേധ റാലിയിൽ 100,000 പേർ പങ്കെടുത്തു. ഗാസ സംബന്ധിച്ച ചർച്ചകൾക്കായി US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ ഇസ്രായേലിലെത്തി. സൗദിയുമായി ചർച്ചകളുടെ തുടർച്ചയായാണ് ഇത്. ഇതിനിടെ വാഷിംഗ്ടൺ DC-യിൽ നടന്ന പലസ്തീൻ അനുകൂല പ്രകടനത്തിൽ 100 കണക്കിന് ആളുകൾ അണിചേർന്നു. സ്കൂളിൽ ഭരണഘടന ആഴത്തിൽ പഠിക്കാം. ഭരണഘടനാ പാഠം 9-ാം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്രത്തിൽ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതെങ്ങനെയെന്നും രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും സുപ്രീം കോടതിയുടെയും ചുമതലകൾ എന്തെല്ലാമെന്നും വിശദമാക്കുന്ന പാഠഭാഗങ്ങൾ സംസ്ഥാനത്തെ 9-ാം ക്ലാസ് പുസ്തകത്തിൽ ഇടം പിടിക്കുന്നു. പുതിയ അധ്യയന വർഷത്തേക്ക് തയ്യാറാക്കിയ സാമൂഹിക ശാസ്ത്രം ഭാഗം 1 പുസ്തകത്തിലാണ് ഭരണഘടനയുടെ ജനാധിപത്യ മൂല്യങ്ങൾ ഇടം പിടിച്ചത്. പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ ഭരണഘടന പ്രധാന പാഠഭാഗമാക്കണമെന്ന് കരിക്കുലം കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. 4-ാം അധ്യായത്തിൽ 20 പേജുകളിലായാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം വിവരിക്കുന്നത്. സ്വാതന്ത്ര്യ പുലരിയിൽ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളോടെ ആരംഭിക്കുന്ന അധ്യായത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണം മുതൽ ഭരണഘടനാ ഭേദഗതിയുടെ രീതികൾ വരെ വിശദമാക്കിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ പേര്, അതിര്, പൗരത്വം, മൗലികാവകാശങ്ങൾ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം തുടങ്ങിയവയുടെ ഭേദഗതികൾ എങ്ങനെയാകണമെന്നും ചേർത്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന
അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ചെറിയ അധ്യായമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ശുഭദിനം. നന്ദി.